ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യം ഇപ്പൊ UK ഗവൺമെന്റ് ഭയങ്കരമായിട്ട് വിസ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ടൈറ്റൻ ചെയ്തൊരു സമയമാണ്. അപ്പോൾ നമുക്കിനി ഒരു സാധാരണക്കാരനൊരു ജോലി കിട്ടുമോ, അത് ഇത്തിരി ടഫ് തന്നെയാണ്. ഹായ്, എൻ്റെ പേര് ആദർശ്. ഞാൻ 2021 UK മാസ്റ്റേഴ്സ് എടുക്കാൻ പോയൊരു സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞു. മാസ്റ്റേഴ്സ് AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സിലാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുത്തത്, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രാഡ്ഫോർഡ്. പിന്നെ ലിവിങ് കോസ്റ്റ് അവിടെ നമ്മൾ നിൽക്കുന്ന റീജിയൻ ആൻഡ് നമ്മൾക്ക് എന്ത് വേണം, നമ്മളുടെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും കോസ്റ്റിംഗ് അവിടെ ഉണ്ടാവുക. നമുക്കിപ്പോൾ ഇന്നർ ലണ്ടനിലാണെങ്കിൽ കോസ്റ്റിംഗ് കൂടുതലായിരിക്കും ഡെഫിനറ്റ്ലി. ഔട്ടർ ലണ്ടനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഔട്ടർ ലണ്ടനിൽ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോസ്റ്റിംഗ് കുറവായിരിക്കും. പിന്നെ വിൻ്ററൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ വാമറൊക്കെ ഇടുന്ന കാരണം കുറച്ച് ഇലക്ട്രിസിറ്റി ബില്ല് കാര്യങ്ങൾ കൂടുതലായിരിക്കും. പക്ഷേ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡൻറ് ഹോൾസ് ഉണ്ടാവും, വിച്ച് ഈസ് ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് വരാൻ പോകുന്ന സ്റ്റുഡൻസ് കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒരു അക്കാഡമിക്കലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ UK ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. എനിക്ക് എൻ്റെ സ്കില്ലിൽ വിശ്വാസമുണ്ട്. പിന്നെ അതിനെ ഞാനൊന്ന് പോളിഷ് ചെയ്യാനും നല്ലൊരു ഡിഗ്രി കിട്ടാനും. കാരണം UK സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓൾ ഓവർ ദ വേൾഡ്, സ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മുടെ ആൾക്കാർ കുറേ പേരുണ്ട്. അവിടെയൊക്കെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം നമുക്ക് ഗ്ലോബലി നമുക്ക് നമ്മുടെ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യം ഇപ്പോൾ UK ഗവൺമെൻറ് ഭയങ്കരമായിട്ട് വിസ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ടൈറ്റൻ ചെയ്തൊരു സമയമാണ്. അപ്പോൾ നമുക്കിനി ഒരു സാധാരണക്കാരനൊരു ജോലി കിട്ടുമോ? യെസ്, ഐ വുഡ് സേ അത് ഇത്തിരി ടഫ് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ ഏത് ജോബ് സൈറ്റിൽ നോക്കിയാലും ഒരുപാട് ജോലി ഓപ്പണിങ്സ് അവിടെ ഉണ്ട്. പക്ഷേ ആരെങ്കിലും ഒരു ജോലിക്ക് അവരെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഇല്ല. ഒരാൾ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ ജോലിക്ക് എടുക്കുള്ളൂ. ഇനി നമ്മൾക്ക് ഇൻഡിവിജ്വലി ചിലപ്പോൾ നമ്മൾ നല്ല ടാലൻറ്റഡ് ആയിരിക്കാം, പക്ഷെ എന്നാലും അവരുടെ ഒരു ടീം കൾച്ചർ ഉണ്ട്. ആ ടീം കൾച്ചറിലേക്കും കൂടി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ പോവാനായിട്ട് ഈ സീലിംഗ് അക്കാഡമിനെയാണ് സമീപിച്ചത്. എനിക്ക് പോവാനായിട്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. കാരണം അവിടെ നിന്ന് ഇപ്പോൾ സോണി സാറായാലും പ്രതിഭ മാം ആയാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. വിസയുടെ കാര്യങ്ങൾക്കായാലും എനിക്ക് തോന്നുന്നു ഞാൻ ഡിസൈഡ് ചെയ്ത് 2.5 months ഞാൻ കയറിപ്പോയി ഇൻ ദ സെൻസ് ഐ ഗോട്ട് മൈ വിസ. പിന്നെ അന്ന് കോവിഡ് ടൈമായ കാരണം കുറച്ച് നാളും കൂടി ഞാൻ വീട്ടിലിരുന്നാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോവാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിൽ എല്ലാത്തിനും നമുക്ക് സ്പെസിഫൈഡ് കോഴ്സസ് കിട്ടും. അപ്പോൾ അത് കോഴ്സ് സെലക്ട് ചെയ്ത് തരാനും പിന്നെ കുറച്ചും കൂടി നമുക്ക് സ്കോളർഷിപ്സ് കാര്യങ്ങളൊക്കെ എടുത്തു തരാനായിട്ട് ഈസിലിങ്കിലെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് മേ ബി ഒരു അഡ്വൈസ് ഒന്നുമല്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, പാർട്ട് ടൈം ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനേക്കാളും നമ്മുടെ മേഖലയിൽ തന്നെ വളണ്ടിയർഷിപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് സാധ്യതകൾ കൂടുതലായിരിക്കും. വെറുതെ നമ്മൾ ജസ്റ്റ് കയറി വരാതെ വളരെ സെലക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇത്രയും കൂടി ഈസി ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് വരുന്ന സമയത്ത്.